Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഓറ ഹോം സെന്റർ നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. വൈറ്റ് ഹൗസ് ഗാലറി, നാഷണൽ ഹൈവേ, ചെറുവത്തൂർ. ഫോൺ 9446493339. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ്, പയ്യന്നൂർ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ബ്രഹ്മാണ്ഡ വിൽപ്പന പയ്യന്നൂർ മൈജി ഫ്യൂച്ചറിൽ മാർച്ച് 14 വരെ മാത്രം. സെന്റ് ലൂസി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കോറോം. മംഗല്യ ഗോൾഡ്, തിരൂർ പൊന്ന, റോയൽ സിറ്റി കോംപ്ലക്സ്, ഇന്ത്യൻ കോഫി ഹൗസിനു സമീപം, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലയാളത്തിന്റെ നിറച്ചിരി മാഞ്ഞു. നടനും മുൻ എംപിയുമായ ഇന്നസെന്റിന് കണ്ണീരോടെ വിട നൽകാനൊരുങ്ങി കേരളം. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പ്രിയ നടനെ അവസാനമായി കാണാൻ എത്തിച്ചേർന്നത്. കണ്ടോത്ത് ദേശീയപാതയിൽ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം കണ്ടെയ്നർ ലോറി മരത്തിലിടിച്ച് റോഡിലേക്ക് മറിഞ്ഞു വീണു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സം നേരിട്ടു. ഖാദി തൊഴിലാളികൾ സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് ടി മധുസൂദനൻ MLA. കേന്ദ്ര ഖാദി കമ്മീഷന്റെ കടുത്ത അവഗണനയാണ് സ്ഥിതി ഇത്ര ഗുരുതരമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന CITU INTUC തൊഴിലാളികളെ MLA സന്ദർശിച്ചു. ജനവാസ കേന്ദ്രമായ പയ്യന്നൂർ കോത്തായിമുക്കിലെ കൺസ്യൂമർ ഫെഡിന്റെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് സായാഹ്ന ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. മാടായി തിരുവർക്കാട്ടുകാവ് പൂരമഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി എഴുന്നള്ളത്ത് നടന്നു. പൂരമഹോത്സവം ഏപ്രിൽ 4 വരെ നീണ്ടുനിൽക്കും. വാർത്തകൾ വിശദമായി. മലയാളത്തിന്റെ നിറച്ചിരി മാഞ്ഞു. നടനും മുൻ MPയുമായ ഇന്നസെന്റിന് കണ്ണീരോടെ വിട നൽകാനൊരുങ്ങി കേരളം. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പ്രിയ നടനെ അവസാനമായി കാണാനെത്തിയത്. യുടെ പ്രസിഡന്റായി 17 വർഷമാണ് അദ്ദേഹം പ്രവർത്തിച്ചു വന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഇന്നസെന്റ് നടൻ, എഴുത്തുകാരൻ, പൊതുപ്രവർത്തകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലൊക്കെയും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ്. 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടെടുക്ക? എന്താ എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ കുറച്ച് ചോറ് തൊട്ടപ്പുറത്തെ അലേനടുത്ത് കഴിക്കടാ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് എടുത്ത് വന്നിരിക്കുക.
എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും വിട്ടോ തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ ഉണ്ടെങ്കിൽ കല്യാണം കുറി കാണിക്കടാ വേണോ ചോദിച്ചാ വേണ്ടാന്ന് പറയാ ഇവനാര് ഊണ് മാഷ ചോറ് എനിക്കിനി ചോറ് വേണ്ട അതെന്താടാ നിനക്ക് ചോറ് വേണ്ടാത്തെ നീ ഉണ്ണടാ മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ള വന്നി സിനിമയ്ക്കപ്പുറവും പേരുപോലെ തന്നെ നിഷ്കളങ്കമായ സംസാരവും ചെയ്തികളുമാണ് ഒരുപക്ഷെ ജനങ്ങളുടെ സ്നേഹം ഇത്ര കണ്ട് ആ പ്രതിഭയ്ക്ക് പിടിച്ചുപറ്റാൻ കഴിഞ്ഞത്. 1972 നൃത്തശാല എന്ന ചിത്രത്തിലൂടെയാണ് ഇന്നസെന്റ് വെള്ളിത്തിരയിലെത്തുന്നത്. ഹാസ്യനടനായും സ്വഭാവ നടനായും ഒരുപോലെ തിളങ്ങി. അത് ശരി, നീ ഇവിടെ നിന്ന് തലേമ ഗോപുരമണിയാ അവന്റെ ഒരു മുടിഞ്ഞൊരു ഒരുക്കും ഒന്ന് വണ്ടി കയറത്തണ്ടി അതിന് ഞാൻ മാത്രം കയറിയാ മതിയോ? റെഡി അവന്റെ അടുത്ത കട്ടിലെ കിടപ്പുണ്ടല്ലോ അതോ ആര് ഗോപാലകൃഷ്ണൻ അവനിതുവരെ റെഡിയായിട്ടില്ലേ? എങ്ങനെ റെഡിയാവും? അവൻ വലിയ വില്ലനല്ലേ? നാടകത്തിൽ നായകനേക്കായി വലുത് വില്ലനാണെന്ന് അവന്റെ ഭാവം. ആദ്യം വില്ലൻ വണ്ടി കയറട്ടെ, എന്നിട്ട് നായകൻ കയറണോ വേണ്ടെന്ന് തീരുമാനിക്കാം. നിന്റെയൊക്കെ നായകനും വില്ലനും ശരിയാക്കി തരാം. മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലായി 750-ലേറെ സിനിമകളിൽ അഭിനയിച്ചു. 1989 മികച്ച സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി. നിർമ്മാതാവ് എന്ന നിലയിൽ 1981 മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 1982 നേടി. 2009 10ാം നിലയിലെ തീവണ്ടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരത്തിനും അർഹനായി. എന്റെ രാഘവൻ നായരെ, ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ഇത് നല്ല ഐശ്വര്യമുള്ള ആനാണ് അയ്യപ്പൻ നായരെ. ഇനി നിങ്ങൾക്ക് വെച്ചടി കയറ്റാണ്. ഇതിനൊന്ന് കുളിപ്പിച്ച് മനുഷ്യക്കോലാക്കണമെങ്കിൽ ദിവസം കുറെ പിടിക്കും. രോഗത്തെ പോലും ചിരിയോടെ നേരിട്ട അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും എഴുത്തിലെ മാന്ത്രികതയും ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ക്യാൻസറിനെ അതിജീവിച്ച കാലങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ രചനയായിരുന്നു ക്യാൻസർ വാർഡിലെ ചിരി. ഇന്നസെന്റിന്റെ എഴുത്തിലെ വശ്യത എത്രത്തോളമെന്ന് കാട്ടിത്തരുന്നതായിരുന്നു ആ രചന. ചിരിക്കു പിന്നിൽ എന്ന പേരിൽ ഇന്നസെന്റിന്റെ ആത്മകഥയും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നസെന്റ്, മഴക്കണ്ണാടി എന്നിങ്ങനെ പുസ്തകങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഇന്നസെന്റിന്റെ വിയോഗത്തിലൂടെ മലയാള സിനിമയുടെ ഒരു അധ്യായത്തിനു കൂടിയാണ് തിരശ്ശീല വീഴുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മലയാളത്തിന്റെ പ്രിയ നടൻ ഇന്നസെന്റിനെ സിനിമ നാടക പ്രവർത്തകൻ MT അന്നൂരും സിനിമാ പ്രവർത്തകൻ സുരേഷ് രാമന്തളിയും അനുസ്മരിക്കുന്നു. മലയാള സിനിമാ വേദിക്ക് തീരാ നഷ്ടമാണ് എന്ന് വെറുതെ പറയുന്നതല്ല. അത്തരത്തിൽ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യാനും ശരീരഭാഷ കൊണ്ട് അഭിനയിക്കാനും കഴിയുന്ന മറ്റൊരു നടനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. മാത്രമല്ല, മനുഷ്യ സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അയാൾ നേതൃത്വ നിരയിലുണ്ടായിരുന്ന MP ആയിട്ടുണ്ടാകുമ്പോഴായാലും അല്ലെങ്കിൽ ഈ അമ്മയുടെ പ്രസിഡൻ്റായി 18 വർഷം ഉണ്ടായതും എല്ലാ സമയത്തും എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാ രംഗത്തും സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. എനിക്ക് ഈ ഇന്നസെൻ്റ് ഏട്ടനുമായിട്ട് ഒരു സിനിമയിൽ ഇന്നസെൻ്റ് ഏട്ടൻ ത്രൂ ഔട്ട് കഥാപാത്രം ചെയ്യുന്ന സാവിത്രിയുടെ അരഞ്ഞാണം എന്ന മോഹൻ ഗുപ്ലയുടെ സിനിമയിൽ അസോസിയേറ്റായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആളുടെ ഏറ്റവും അടുത്ത പെരുമാറ്റങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നസെൻ്റിൻ്റെ ഈ വിയോഗത്തിൽ അതീവ ദുഃഖിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ നടൻ 700ഓളം മലയാള സിനിമകളിൽ ഹാസ്യതാരമായും സ്വഭാവ നടനായും സിനിമാ പ്രേക്ഷകരുടെ മുമ്പിൽ മറക്കാനാവാത്ത ഓർമ്മകൾ നൽകി കടന്നുപോയിരിക്കുകയാണ് നമ്മൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇന്നസെൻ്റ്. അദ്ദേഹത്തിന് നിത്യശാന്തി നേരുന്നു. സത്യാന്തിക്കാണ്ട് സിനിമകളിൽ അതുപോലെ കാമ്പും കഴമ്പുമുള്ള മലയാള സിനിമയുടെ എല്ലാ മുഖങ്ങളിലും എല്ലാ വശങ്ങളിലും എല്ലാ സിനിമകളിലും നമുക്ക് ഇന്നസെൻറ്റിനെ കാണാൻ കഴിയും. വളരെ വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ വിടവ് നികത്താനാവാത്തതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കണ്ടോത്ത് ദേശീയപാതയിൽ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം കണ്ടെയ്നർ ലോറി മരത്തിലിടിച്ച് റോഡിലേക്ക് മറിഞ്ഞു വീണു. അപകട സമയത്ത് മറ്റു വാഹനങ്ങളോ കാൽനടയാത്രക്കാരോ റോഡിൽ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു.
തളിപ്പറമ്പ് ഭാഗത്തു നിന്നും മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറി ദേശീയപാതയിൽ ക്രിസ്ത്യൻപള്ളിക്ക് സമീപം മരത്തിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന കണ്ടെയ്നർ റോഡിലേക്ക് തെറിച്ചു വീണു. റോഡിൽ മറ്റു വാഹനങ്ങളോ യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായിപ്പോയത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് റോഡിൽ നിന്ന് കണ്ടെയ്നർ മാറ്റിയതിൽ പിന്നെയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഖാദി തൊഴിലാളികൾ സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് ടി.എ. മധുസൂദനൻ എം.എൽ.എ. കേന്ദ്ര ഖാദി കമ്മീഷന്റെ കടുത്ത അവഗണനയാണ് സ്ഥിതി ഇത്ര ഗുരുതരമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന CITU INTUC തൊഴിലാളികളെ എം.എൽ.എ. സന്ദർശിച്ചു. ന്യായമായ കൂലി പോലും കിട്ടാതെയാണ് ഖാദി തൊഴിലാളികൾ മാസങ്ങളായി തൊഴിലെടുക്കുന്നത്. തൊഴിലാളികൾ സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്. കേന്ദ്ര ഖാദി കമ്മീഷന്റെ കടുത്ത അവഗണനയാണ് സ്ഥിതി ഇത്ര ഗുരുതരമാക്കിയത്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ ചർച്ച വിളിച്ചിട്ടുണ്ട്. വിഷുവിന് മുൻപെങ്കിലും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമമെന്നും ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി തൊഴിലാളികൾ സമരത്തിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി അവർക്ക് പണിയെടുത്തതിൻ്റെ കൂലി കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. മറ്റു രീതിയിലുള്ള പരിഗണനകളോ ആനുകൂല്യങ്ങളോ സമയബന്ധിതമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമരം നടന്നു വരുന്നത്. സംസ്ഥാന ഗവൺമെൻറ് പരമാവധി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. നിയമസഭയിലും മന്ത്രിയെ, വ്യവസായ വകുപ്പ് മന്ത്രിയെ, തൊഴിൽ വകുപ്പ് മന്ത്രിയെ എല്ലാം കണ്ടു തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ജനപ്രതിനിധികൾ എന്ന നിലയിലും ട്രേഡ് യൂണിയൻ എന്ന നിലയിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട്. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിനു മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന CITU തൊഴിലാളികളുടെ സമരപ്പന്തലും INTUC തൊഴിലാളികളുടെ സമരപ്പന്തലും എം.എൽ.എ. ടി.ഐ. മധുസൂദനൻ സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജനവാസ കേന്ദ്രമായ പയ്യന്നൂർ കോത്തായിമുക്കിലെ കൺസ്യൂമർ ഫെഡിന്റെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് സായാഹ്ന ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജനവാസ കേന്ദ്രമായ പയ്യന്നൂർ കോത്തായിമുക്കിലെ കൺസ്യൂമർ ഫെഡിന്റെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. മദ്യനിരോധനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ചത്. എന്നാൽ അതിന് പ്രാവർത്തികമാക്കുകയും അതിന്റെ ഭാഗമായി 600ഓളം ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ നിർത്തുകയും നിർത്തൽ ചെയ്യുകയും ചെയ്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു UDF ഗവൺമെന്റ്. എന്നാൽ അതിനുശേഷം വന്ന ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ്, കേരളത്തിലെ ഔട്ട്ലെറ്റുകൾ നിർത്തലാക്കുന്ന നിയമം ഇല്ലാതാക്കുകയും ഓരോ പഞ്ചായത്തിലും ഓരോ ബീവറേജ് ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുമെന്ന പുതിയ മദ്യനയം നടപ്പിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 300ഓളം പുതിയ ബെപ്കോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ കടന്നു വരികയായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ VC നാരായണൻ, AP നാരായണൻ, അത്തായി പത്മിനി, KK ഫൽഗുനൻ, KT ഹരീഷ്, പ്രശാന്ത് കോറോം തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സൗജന്യ വൈഫൈ പദ്ധതിക്ക് മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലും തുടക്കമായി. മാട്ടൂൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് K. ഫാരിഷ നിർവഹിച്ചു. വീട് വീടാന്തരം സൗജന്യ വൈഫൈ ഇനി തീരദേശ മേഖലയായ മാട്ടൂലിലും ലഭിക്കും. സൗജന്യ വൈഫൈ പദ്ധതി മാട്ടൂൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് K. ഫാരിഷ നിർവഹിച്ചു. ചാർജൊക്കെ ഫ്രീ ആയിട്ട് അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വർക്ക് അറ്റ് ഹോം എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് ബിസിനസ്സും മറ്റും എല്ലാം മാറിയ ഒരു സാഹചര്യത്തിൽ ഇനിയും വൈഫൈ ഇല്ലാതെ നാട്ടില് ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ചായ കുടിക്കാതെ ചിലപ്പോൾ ജീവിക്കാൻ പറ്റും. പക്ഷെ ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്.
KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് അധ്യക്ഷത വഹിച്ചു. KV ബൈജു, അബ്ദുൾ ഗഫൂർ, V ജയകൃഷ്ണൻ, K സജീവ് കുമാർ, മനോജ് താവം, N രഞ്ജിത്ത്, പ്രേമൻ മാട്ടൂൾ, അനസ് KK, ജയൻ T, C സൈനബ, C അശോകൻ, ഇന്ദിര ജോസ്, പ്രജി N, സഖറിയ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഡി തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. V നാരായണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജോലി നഷ്ടപ്പെട്ട ബീഡി തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകുക, ബീഡി വെൽഫെയർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക, ദേശീയ മിനിമം കൂലി നടപ്പിലാക്കുക, തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കിയ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബീഡി തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. V നാരായണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി എന്ന സ്ഥാപനം തന്നെ ലോകത്തിന് മാതൃകയായി എന്ന് പറയാവുന്ന നിലയിൽ രൂപപ്പെട്ടു വന്നത് ചെറിയ മുതൽ മുടക്കോടുകൂടി കേവലം 50 പൈസ മാത്രമാണ് ആ സൊസൈറ്റിയിൽ അംഗത്വമെടുത്ത തൊഴിലാളി അംഗത്വത്തിന്റെ ഫീസായിട്ട് അന്ന് കൊടുത്തത്. KV നാരായണൻ അധ്യക്ഷത വഹിച്ചു. PV കുഞ്ഞപ്പൻ, N അബ്ദുൾ സലാം, A രാഘവൻ, മൂലച്ചേരി നാരായണൻ, BP തമ്പായി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി തിരുവർക്കാട്ടുകാവ് പൂരമഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി എഴുന്നള്ളത്ത് നടന്നു. മാർച്ച് 26 തുടങ്ങിയ പൂരമഹോത്സവം ഏപ്രിൽ 4 വരെ നീണ്ടുനിൽക്കും. ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന മാടായി തിരുവർക്കാട്ടുകാവിൽ പൂരോത്സവത്തിന് തുടക്കമായി. കാർത്തിക നാളിൽ സഹസ്രദീപം തെളിയിച്ചുകൊണ്ടാണ് ഉത്സവം തുടങ്ങിയത്. തിങ്കളാഴ്ച പുലർച്ചെ തെക്കിനാക്കൽ കോട്ടയിലേക്ക് എഴുന്നള്ളത്തും പൂരക്കളിയും നടന്നു. തുടർന്ന് തിരിച്ചെഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ എത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകി. ഉത്സവത്തിന്റെ ഭാഗമായി ചെറുതാഴം ബിപിൻ രാമചന്ദ്രനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും അരങ്ങേറി. മാർച്ച് 26 തുടങ്ങിയ പൂരമഹോത്സവം ഏപ്രിൽ 4 വരെ നീണ്ടുനിൽക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മസ്ദൂർ കിസാൻ സംഘർഷ് റാലി ഏപ്രിൽ 5 പാർലമെന്റ് മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായി വില്ലേജ് തല കാൽനട പ്രചരണ ജാഥയുടെ സമാപനം പിലാത്രയിൽ നടന്നു. CITU ജില്ലാ കമ്മിറ്റി അംഗം P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CITU, ഓൾ ഇന്ത്യ കിസാൻ സഭ, കർഷക സംഘം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 5 ഡൽഹിയിൽ പാർലമെന്റ് മാർച്ച് നടത്തുന്നതിന്റെ പ്രചരണാർത്ഥം മാടായി ഏരിയയിലെ 12 ലോക്കലുകളിലും കാൽനട പ്രചരണ ജാഥ നടത്തി. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം MV രാജീവൻ നയിച്ച ചെറുതാഴം ജാഥയും കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം PP രോഹിണി നയിച്ച ചെറുതാഴം ഈസ്റ്റ് ജാഥയും ഏരിയ പ്രസിഡന്റ് CO പ്രഭാകരൻ നയിച്ച ചെറുതാഴം വെസ്റ്റ് ജാഥയും പിലാത്രയിൽ സംഗമിച്ച് ബസ് സ്റ്റാൻഡിൽ സമാപന പൊതുയോഗവും സമര വളണ്ടിയർമാർക്ക് യാത്രയയപ്പും നടന്നു. CITU ജില്ലാ കമ്മിറ്റി അംഗം P സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും ബാധിക്കുന്നതാണ്. തൊഴിലാളികളെയും കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും പ്രധാനമായും ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ പാർലമെന്റ് മാർച്ചിൽ മുന്നോട്ട് വെക്കുന്നത്. KC തമ്പാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PP ദാമോദരൻ, M ശ്രീധരൻ, M അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ടങ്ങാളി ശ്രീ കൂറുമ്പക്കാവിൽ പതിവ് തെറ്റാതെ ഇത്തവണയും പൂരോത്സവത്തോടനുബന്ധിച്ച് പൂരക്കുഞ്ഞുങ്ങൾ പൂവിടാൻ തുടങ്ങി. ഭരണി നാൾ മുതൽ 9 ദിവസം വ്രതം നോക്കിയതിനു ശേഷമാണ് കാർത്തിക നാൾ മുതൽ കുട്ടികൾ ഇവിടെ പൂവിടാൻ തുടങ്ങിയത്. എല്ലാ കാവുകളിലും പൂരോത്സവമുണ്ടെങ്കിലും പൂരക്കുഞ്ഞുങ്ങൾ 1 മാസത്തോളം വീട്ടിൽ നിന്ന് വിട്ട് കാവിൽ തന്നെ താമസിച്ച് വ്രതമെടുത്ത് പൂവിടുന്ന അപൂർവം കാവുകളിലൊന്നാണ് കണ്ടങ്ങാളി ശ്രീകുറുമ്പക്കാവ്. ഇക്കുറി 4ഓളം പൂരക്കുഞ്ഞുങ്ങളാണ് ക്ഷേത്രത്തിൽ താമസിച്ച് വ്രതമെടുത്ത് പൂവിടാൻ തുടങ്ങിയത്. കാർത്തിക മുതൽ തന്നെ പൂരക്കുഞ്ഞുങ്ങൾ അതിരാവിലെ ഉണർന്ന് ക്ഷേത്രം വാല്യക്കാരോടൊപ്പം പൂവിടുവാനുള്ള പൂക്കൾ ശേഖരിക്കാനായി പോകും. കാടും കുന്നും കയറി പൂരക്കുഞ്ഞുങ്ങൾ തന്നെ പൂക്കൾ ശേഖരിക്കുന്നു. ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ കുട്ടികൾ കുളിച്ച് ശുദ്ധരായതിനു ശേഷം ഒറ്റമുണ്ടുടുത്ത് ശ്രീകോവിലിലും പടിയിലും
ഉപദേവതാ സമക്ഷത്തിലും കിണറ്റിൻകരയിലും പൂവിട്ടു മാത്രമേ ഭക്ഷണം പോലും കഴിക്കുകയുള്ളൂ. മീനച്ചൂടിൽ പൂത്തുനിൽക്കുന്ന മരങ്ങളിലെ പൂക്കളാണ് പൂരത്തിന്റെ പ്രധാന പൂക്കൾ. ചെമ്പകം, മുരിക്കുംപൂ, നരയൻപൂ എന്നിവയൊക്കെ ഇതിൽപ്പെടും. കാമദഹന കഥയുമായിട്ടാണ് പൂരത്തിന്റെ ഐതിഹ്യം. ശിവന്റെ തപസ്സിളക്കാൻ വന്ന കാമദേവനെ ശിവൻ തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കിയെന്നാണ് കഥ. ഇതോടെ കാമനകളെല്ലാം നശിച്ച പ്രകൃതിയെയും മനുഷ്യനെയും പഴയപടിയാക്കുവാനായി സ്വർഗത്തിലെയും പാതാളത്തിലെയും 18 സ്ത്രീകൾ വിഷ്ണുവിനെ സമീപിച്ചു. വിഷ്ണു പറഞ്ഞതിൻ പ്രകാരം 18 തരം പൂക്കളർപ്പിച്ച് അവർ ചുവടുകൾ വച്ചു. അതാണ് ആദ്യ പൂരക്കളിയായി അറിയപ്പെടുന്നതും. ഈ രീതിയിൽ നോക്കുമ്പോൾ സ്ത്രീപക്ഷ സ്വഭാവമാണ് പൂരോത്സവത്തിന്റെ ചടങ്ങുകളിലൊക്കെയും കാണാൻ സാധിക്കുന്നത്. പിന്നെ ഗുരുസങ്കല്പമായ ഒരു തറയുണ്ട്. ആ തറയുടെ അടുത്തും പൂവിട്ട് പിന്നെ കുളത്തിൻ്റെ അടുത്താണ് ലാസ്റ്റിലെ പൂ സമർപ്പിക്കല്. സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉള്ളിലേക്ക് വന്ന് പൂവിട്ട് ആ പീഠത്തിന് 3 പ്രദക്ഷിണം വന്നതിന് ശേഷം കുഞ്ഞുങ്ങൾ ഏത്തോടിയിട്ട് അവിടെ സമർപ്പിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ചരിത്രം. കാമന്റെ തിരിച്ചുവരവിനായി 18 സ്ത്രീകളും വ്രതമെടുത്തു കാത്തിരുന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് പൂരമെന്നാണ് വിശ്വാസം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പോഷൻ കമ്മിറ്റി അംഗങ്ങൾക്ക് പരിശീലനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം നിർവഹിച്ചു. പോഷൻ പക്വത 2023 ഭാഗമായി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ പോഷൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾക്കായി വിവ കേരളം, ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം എന്നിവ സംബന്ധിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിനെ പോഷൻ പഞ്ചായത്തായി മാറ്റുന്നതിന് വേണ്ടി അതിനാവശ്യമായ രീതിയിലുള്ള ഇടപെടൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് നടത്തുന്നതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട 15 പേർക്കാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഭാഗമായി പരിശീലനം നൽകുന്നത്. പോഷകമൂല്യമുള്ള ഭക്ഷണത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ സമൂഹത്തിൽ നമ്മൾ പ്രത്യേകം പരിഗണന നൽകേണ്ട ഗർഭിണികളായിക്കോട്ടെ, വലിയ അമ്മമാരായിക്കോട്ടെ, കൗമാരപ്രായക്കാരായിക്കൊള്ളട്ടെ, അവർക്കൊക്കെ ആവശ്യമായ രീതിയിലുള്ള ബോധവൽക്കരണം നൽകുക. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. വി.എ. കോമളവല്ലി, ടി വി സുധാകരൻ, ICDS സൂപ്പർവൈസർ സ്മിത കെ കുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആയുർവേദ ഡോക്ടർ പി സ്മിത ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കോളിംഗ്സ് ഗ്രാമം സംഘടിപ്പിച്ച 2ാമത് വെറ്ററൻസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കോളിംഗ്സ് ഗ്രാമം ജേതാക്കളായി. വിജയികൾക്കുള്ള ട്രോഫികൾ പയ്യന്നൂർ MLA ടി മധുസൂദനൻ വിതരണം ചെയ്തു. 2 ദിവസങ്ങളിലായി പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ നടന്ന പ്രസാദ് സ്മാരക ക്രിക്കറ്റ് ടൂർണമെന്റിൽ കൊളീഗ്സ് ഗ്രാമം ജേതാക്കളായി. 6 ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ ഗ്രാമം വെസ്റ്റും കൊളീഗ്സ് ഗ്രാമവും ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോൾ 16 റണ്ണിനായിരുന്നു കൊളീഗ്സിന്റെ വിജയം. വിജയികൾക്കുള്ള ട്രോഫികൾ പയ്യന്നൂർ MLA ടി മധുസൂദനൻ വിതരണം ചെയ്തു. കടോത്ത് കാപ്പാട്ട് അന്ന് ഈ പറയുന്ന പോലെ പുനരുദ്ധാരണം നടക്കാത്തൊരു ഘട്ടത്തിൽ അവിടെ വോളിബോളായിരുന്നു പിന്നീടുള്ള കളി. ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ഏർപ്പാടിനെ കുറിച്ച് ആദ്യം ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നത്, ഒന്ന് ഈ ഒരു കളി ഇതൊക്കെ ഇങ്ങനെയാണ്, അപ്പുറത്തിപ്പുറത്തും വിസ്റ്റമ്പൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഏർപ്പാട് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു തന്നത് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് നമ്മുടെ ബെലിയോട്ടൻ ഡൈൻ വർക്സിലെ പടയാസിന്റെ മകൻ, ഞങ്ങളുടെ ഒരു സമകാലികനാണ്. സമാപന ചടങ്ങിൽ പി സുധീർ അധ്യക്ഷത വഹിച്ചു. പഴയകാല ക്രിക്കറ്റ് താരം PT രാമകൃഷ്ണൻ, കൗൺസിലർമാരായ KK കുമാർ, അത്തായി പത്മിനി, അത്തായി രാജു, കലേഷ് AV തുടങ്ങിയവർ സംസാരിച്ചു. ടൂർണമെന്റിലെയും ഫൈനൽ മത്സരത്തിലെയും താരമായി കൊളീഗ്സ് ഗ്രാമത്തിന്റെ വിനു കലിയന്തലിനെയും ഏറ്റവും മുതിർന്ന താരമായി PYCCയുടെ 64 വയസ്സുള്ള സലാമിനെയും മികച്ച വിക്കറ്റ് കീപ്പറായി ബ്ലാസ്റ്റേഴ്സ് കരുവാച്ചേരിയുടെ സുനിലിനെയും മികച്ച ഫീൽഡറായി കൊളീഗ്സ് ഗ്രാമത്തിന്റെ പ്രശാന്ത് കലിയന്തിലിനെയും മികച്ച ബൗളറായി ശ്രീജിത്ത് കലിയന്തിലിനെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
രാമന്തളി ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വനിതാ സ്വയം തൊഴിൽ ഗ്രൂപ്പ് സംരംഭം തണൽ കുടുംബശ്രീ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം ടി മധുസൂദനൻ MLA നിർവഹിച്ചു. വനിതാ സ്വയം തൊഴിൽ ഗ്രൂപ്പ് സംരംഭം കുടുംബശ്രീ ഹോട്ടൽ രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് കുന്നരു വടക്കേ ഭാഗത്ത് 3 വനിതകളുടെ കൂട്ടായ്മയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. തണൽ കുടുംബശ്രീ ഹോട്ടലിന്റെ ഉദ്ഘാടനം ടി മധുസൂദനൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു നീലകണ്ഠൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AV സുനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ദിനേശൻ, വാർഡ് മെമ്പർ NV സജിനി, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി M ചന്ദ്രശേഖരൻ, VO K ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ സംസ്ഥാനത്തെ മികച്ച യൂത്ത് ക്ലബിനുള്ള സ്വാമി വിവേകാനന്ദൻ യുവപ്രതിഭാ പുരസ്കാരം നേടിയതിന്റെ തിളക്കത്തിൽ ചെറുതാഴം കോവൽ റെഡ് സ്റ്റാർ പുരസ്കാരം നേടിയതിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര നടത്തി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ സംസ്ഥാനത്തെ മികച്ച യൂത്ത് ക്ലബിനുള്ള സ്വാമി വിവേകാനന്ദൻ യുവപ്രതിഭാ പുരസ്കാരം നേടിയതിന്റെ തിളക്കത്തിൽ ചെറുതാഴം കോവൽ റെഡ് സ്റ്റാർ. ആലപ്പുഴ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനിൽ നിന്നും ജില്ലയിലെ മികച്ച ക്ലബിനുള്ള 30,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും, സംസ്ഥാനത്തെ മികച്ച ക്ലബിനുള്ള 50,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും ക്ലബ്ബ് പ്രസിഡന്റ് MP ഗിരീഷ്, സെക്രട്ടറി A നിശാന്ത് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ ഘോഷയാത്ര നടന്നു. അമ്പലം റോഡ് കേന്ദ്രീകരിച്ച് നടന്ന സാംസ്കാരിക ഘോഷയാത്ര കോവലിൽ സമാപിച്ചു. സാംസ്കാരിക സമ്മേളനം ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ദൈനംദിനമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ, ദൈനംദിനമായി എന്ന് പറഞ്ഞാൽ യുവാക്കളെ, നാട്ടുകാരെ, സമൂഹത്തെ, അതുപോലെ തന്നെ സമൂഹത്തിലുണ്ടാകുന്ന ചില ദുഷ്പ്രവണതകളെ എല്ലാം തുറന്നു കാണിച്ചുകൊണ്ടുള്ള നല്ലൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു പൈതൃകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രാമത്തെ കെട്ടിപ്പടുക്കുക എന്നൊരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കായിക മേഖലയിലുണ്ട്, കലാമേഖലയിലുണ്ട്. ഓരോ പ്രശ്നത്തിനകത്തും നിരവധിയായിട്ടുള്ള അവരിവിടെ നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ. ക്ലബ്ബ് പ്രസിഡന്റ് MP ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് മുതിർന്ന ക്ലബ്ബ് ഭാരവാഹികളെ ആദരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി A നിശാന്ത്, കണ്ണൂർ യുവജനക്ഷേമ ബോർഡ് കല്യാശ്ശേരി ബ്ലോക്ക് കോർഡിനേറ്റർ ജംഷീർ, IV ശിവരാമൻ, CM വേണുഗോപാലൻ, MV രാജീവൻ, MV രവി, U രാധ, BP ശാന്തകുമാരി, PP അംബുജാക്ഷൻ, മുതുവടത്ത് ഗോവിന്ദൻ, V രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് MC പ്രകാശനും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം രാമന്തളി വില്ലേജിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. CITU കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഏപ്രിൽ 5-ന് പാർലമെന്റ് മാർച്ച് നടക്കുക. CITU കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 5-ന് നടക്കുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചാരണാർത്ഥം രാമന്തളി വില്ലേജിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം KK ഗംഗാധരൻ കുരിശുമുക്കിൽ ഉദ്ഘാടനം ചെയ്തു. K സതീശൻ നേതൃത്വം നൽകിയ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. E രാജൻ, ശശിധരൻ കാട്ടൂർ, PT രാഘവൻ എന്നിവർ സംസാരിച്ചു. സമാപന പൊതുയോഗം കർഷക സംഘം ഏരിയ സെക്രട്ടറി P ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സത്സംഗവേദിയുടെ 12ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്വാമി ചിദാനന്ദപുരി ആധ്യാത്മിക പ്രഭാഷണം നടത്തി. പൂർണ്ണകുംഭത്തോടെയാണ് സംഘാടകർ സ്വാമിയെ സ്വീകരിച്ചത്. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സത്സംഗവേദിയുടെ 12ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്വാമി ചിദാനന്ദപുരി ആധ്യാത്മിക പ്രഭാഷണം നടത്തി. അർത്ഥം ലളിതമാണ്. സത്യം പറയൂ, ധർമ്മം ആചരിക്കൂ,
സ്വാധ്യായത്തിൽ നിന്ന് മടിച്ച് പിന്മാറരുതേ എന്നിങ്ങനെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരാശയം സത്യം പറയൂ എന്നാണ് ആചാര്യൻ പറഞ്ഞത്. സത്യം പറയൂ എന്ന് പറഞ്ഞാൽ എല്ലാ സത്യവും എല്ലായിടത്തും വിളിച്ചു പറയണം എന്നല്ല അർത്ഥം. TTV രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PS രാമനാഥ് അയ്യർ, CV രാജഗോപാലൻ, VP സുമിത്രൻ പൊതുവാൾ, EA കൃഷ്ണ പൊതുവാൾ തുടങ്ങിയവർ സംസാരിച്ചു. പൂർണ്ണകുംഭത്തോടെയാണ് സംഘാടകർ സ്വാമിയെ സ്വീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ കുരിശുമുക്കിൽ പ്രവർത്തിക്കുന്ന MCFന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. T മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 11 ലക്ഷം രൂപ ചിലവഴിച്ച MCFന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവും MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു നീലകണ്ഠൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AV സുനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ദിനേശൻ, ബ്ലോക്ക് മെമ്പർ A വത്സല, പഞ്ചായത്ത് മെമ്പർ KC അബ്ദുൽ ഖാദർ, ഹരിത കേരളം RP അരുൾ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി M ചന്ദ്രശേഖരൻ, VEO K ബൈജു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാളത്തിന്റെ നിറച്ചിരി മാഞ്ഞു. നടനും മുൻ MP-യുമായ ഇന്നസെന്റിന് കണ്ണീരോടെ വിട നൽകാനൊരുങ്ങി കേരളം. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പ്രിയ നടനെ അവസാനമായി കാണാൻ എത്തിച്ചേർന്നത്. കണ്ടോത്ത് ദേശീയപാതയിൽ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം കണ്ടെയ്നർ ലോറി മരത്തിലിടിച്ച് റോഡിലേക്ക് മറിഞ്ഞു വീണു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സം നേരിട്ടു. ഖാദി തൊഴിലാളികൾ സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് T മധുസൂദനൻ MLA. കേന്ദ്ര ഖാദി കമ്മീഷന്റെ കടുത്ത അവഗണനയാണ് സ്ഥിതി ഇത്ര ഗുരുതരമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന CITU INTUC തൊഴിലാളികളെ MLA സന്ദർശിച്ചു. ജനവാസ കേന്ദ്രമായ പയ്യന്നൂർ കോത്തായിമുക്കിലെ കൺസ്യൂമർ ഫെഡിന്റെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് സായാഹ്ന ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. മാടായി തിരുവർക്കാട്ടുകാവ് പൂരമഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി എഴുന്നള്ളത്ത് നടന്നു. പൂരമഹോത്സവം ഏപ്രിൽ 4 വരെ നീണ്ടുനിൽക്കും. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.